നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സത്യമെന്ന വെളിച്ചത്തെ ഒരു രാത്രിക്കപ്പുറം പ്രകൃതിക്ക് പോലും തടഞ്ഞു വെക്കാനാവില്ല. സ്വന്തം തെറ്റുകളെ ശരിയായി സ്ഥാപിച്ചെടുക്കാൻ ഏതറ്റം വരെയും പോകുന്നവരുണ്ട്. ഒരുപക്ഷെ അവർക്കതിൽ വിജയിക്കാനും കഴിയും. അങ്ങനെ നേടുന്ന ശരികൾക്കും വിജയങ്ങൾക്കും പിന്നിൽ നിഷ്കളങ്കരായ ഒരുപാട് മനുഷ്യരുടെ കണ്ണുനീരുണ്ടാകും. ആ നേട്ടങ്ങളൊന്നും നമുക്ക് ആവോളം അനുഭവിക്കാൻ യോഗമില്ലാതെ വിട്ടുപോകേണ്ടതായും വരും. കുറച്ചു കാലങ്ങളായി സോഷ്യൽ മീഡിയയിലൂടെ നിറഞ്ഞാടി കയ്യടി നേടിയ ചില നന്മ മരങ്ങളുടെ ചെയ്തികളിലൂടെയുള്ള ഒരു തിരിഞ്ഞു നോട്ടമാകട്ടെ ഈ എപ്പിസോഡ്. മഴവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന വെറുതെയല്ല ഭാര്യ എന്ന റിയാലിറ്റി ഷോ കുടുംബ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു. ഭാര്യമാർ ഭർത്താക്കന്മാരുടെ വിധി എഴുതുന്ന ആദ്യ റിയാലിറ്റി ഷോ എന്നായിരുന്നു അതിന്റെ പരസ്യവാചകം. അതിലെ മത്സരാർത്ഥികളായിരുന്ന ദമ്പതിമാരായിരുന്നു ഫിലിപ്പ് മമ്പാടനും ഡോളി ഫിലിപ്പും. ഡോളി ഫിലിപ്പ് തന്റെ ഭർത്താവിനെ കുറിച്ച് പ്രവചിച്ച വിധി പിഴച്ചുപോയി. ആ ഷോ കണ്ടും കേട്ടും അവരെ ഇഷ്ടപ്പെട്ട നല്ലൊരു വിഭാഗം പ്രേക്ഷകർക്കും അവരെ കുറിച്ചുള്ള ധാരണയും പിഴച്ചുപോയി. കാരണം ഫിലിപ്പ് ജനങ്ങളെയും കുടുംബത്തെയും ഭാര്യയെയും തെറ്റിദ്ധരിപ്പിച്ചും കബളിപ്പിച്ചും നടത്തിയ വൃത്തികേടുകളുടെ നികൃഷ്ടമായ പ്രവൃത്തിയുടെ പേരിൽ അയാൾ ഇന്ന് അഴിക്കുള്ളിൽ അകപ്പെട്ടിരിക്കുകയാണ്. 16 വയസ്സ് പ്രായമുള്ള മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു നിഷ്കളങ്കയായ പെൺകുട്ടിയെ അയാളുടെ കാമവെറിക്കിരയാക്കി എന്നതാണ് കുറ്റം. അയാളുടെ ഈ ക്രൂര കൃത്യം പുറത്തു വരുന്നത് വരെ ജനഹൃദയങ്ങളിൽ അയാൾക്ക് ഒരു ഉന്നത സ്ഥാനമുണ്ടായിരുന്നു. നല്ലവനായ ഉണ്ണി ചമഞ്ഞ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റും അയാൾ നടത്തിയിരുന്ന പ്രഭാഷണങ്ങളാണ് ഇത്രയധികം ആരാധകരുണ്ടാകാനുള്ള കാരണം. ഫിലിപ്പിന്റെ ഉള്ളിലുള്ള പൈശാചിക സ്വഭാവവും വൃത്തികേടുകളും തന്ത്രപരമായി മറച്ചു പിടിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുൻപിൽ മാന്യതയുടെ മുഖം മൂടി അണിഞ്ഞുകൊണ്ടുള്ള പ്രഭാഷണങ്ങൾ കേട്ടാൽ ആരും അതിൽ വീണുപോകുമായിരുന്നു. അയാൾ മറ്റുള്ളവരുടെ മുൻപിൽ വരച്ചു കാട്ടിയിരുന്ന അയാളുടെ ജീവിതരേഖ നന്മ നിറഞ്ഞ മനസ്സുകളെ കീഴടക്കുന്നതായിരുന്നു. ഫിലിപ്പ് അയാളുടെ ആദ്യകാല ജീവിതത്തിൽ അനുഭവിച്ച കഷ്ടപ്പാടുകളുടെയും ദാരിദ്ര്യത്തിന്റെയും കഥകളും, കടുത്ത മദ്യപാനിയായിരുന്ന അയാൾ ഭാര്യയോടുള്ള ഇഷ്ടം കാരണം മദ്യപാനം നിർത്തിയ കഥകളും, ഒരു ഭാര്യയെ എങ്ങനെയാണ് സ്നേഹത്തോടെ ചേർത്ത് നിർത്തേണ്ടതെന്നും അമ്മയോടുള്ള കോരിച്ചൊരിയുന്ന സ്നേഹവാത്സല്യവും മറ്റുള്ളവർക്കായി അദ്ദേഹം പകർന്നു നൽകിയ ഉപദേശങ്ങളായിരുന്നു എന്നുള്ളത് കുറച്ച് വൈകിപ്പോയെങ്കിലും തിരിച്ചറിയാൻ സാധിച്ചത് വളരെ വലിയ ഭാഗ്യമാണെന്ന് നമുക്ക് സമാധാനിക്കാം. ഫിലിപ്പ് ഉപദേശം കൊടുത്തത് മറ്റുള്ളവർക്കായിരുന്നു. സ്വന്തം ജീവിതത്തിൽ ഇതൊന്നും ബാധകമായിരുന്നില്ല. ഇപ്പോഴെങ്കിലും അയാളുടെ തനിനിറം തിരിച്ചറിഞ്ഞില്ലായിരുന്നുവെങ്കിൽ നൂറുകണക്കിന് പെൺകുട്ടികളും അമ്മമാരും സഹോദരിമാരുമൊക്കെ ഒരുപക്ഷെ ഇയാളുടെ അതിബുദ്ധിപരമായ കെണിയിലകപ്പെട്ട് കണ്ണുനീർ കുടിക്കേണ്ടി വന്നേനെ. ഈ ഒരു പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്ന ദുർവിധി മാത്രമാണ് ഇപ്പോൾ പുറം ലോകം അറിഞ്ഞിരിക്കുന്നത്. ഇനി ഇയാൾ മൂടപ്പെട്ടതും മറയ്ക്കപ്പെട്ടതുമായ കണ്ണീർ കഥകൾ പുറത്തു വരുമോ എന്ന് കാത്തിരുന്ന് കാണാം. ഇയാൾ ഇത് ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ചിലരെങ്കിലും ഇപ്പോഴുമുണ്ട്. അവർ പറയുന്നത് ഇയാളെ മനഃപൂർവ്വം കുടുക്കിയതാണെന്ന്. ഇക്കൂട്ടർ അതിനുദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് നമ്പി നാരായണന്റെ കേസാണ്. ഫിലിപ്പ് നിരപരാധിയാണെന്ന് അവർ വിശ്വസിക്കാൻ കാരണം അയാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഇമേജ് തന്നെയാണ്. ഫിലിപ്പ് മമ്പാടനെ സംബന്ധിച്ചുള്ള കേസിൽ പോലീസ് വളരെ ശ്രദ്ധയോടെയും സൂക്ഷ്മതയോടെയുമാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഒരാഴ്ചയോളം ഇയാളെ പോലീസ് നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. ഇയാളുടെ കള്ളത്തരങ്ങളും പൊള്ളത്തരങ്ങളും ഒക്കെ അവർ വ്യക്തമായി അന്വേഷിച്ചു. പ്രതി ഒരു മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയായതിനാൽ പോലീസ് അന്വേഷണത്തിന്റെ ഓരോ ഘട്ടവും സസൂക്ഷ്മം വിലയിരുത്തിയിരുന്നു. കൂടാതെ ഇരയായ പെൺകുട്ടിയെ നിരവധി പ്രാവശ്യം കൗൺസിലിംഗും നടത്തി. അപ്പോഴെല്ലാം ആ കുട്ടി ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റമേറ്റു പറഞ്ഞിട്ടും ഇവിടെ ചിലർ അത് വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ സങ്കടകരമാണെന്നല്ലാതെ വേറെ എന്തു പറയാൻ. അമ്മയെ സ്നേഹിക്കണമെന്ന് ക്ലാസ് എടുത്തിരുന്ന അയാൾ സ്വന്തം അമ്മയെ ഒരുപാട് കഷ്ടപ്പെടുത്തുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അമ്മയെക്കുറിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അയാൾ വിളമ്പിയ കഥകൾ ഓർമ്മ വരികയാണ്. നമ്മുടെ മലത്തിലും മൂത്രത്തിലും കിടന്ന് നമ്മളെ വളർത്തി വലുതാക്കിയ അമ്മ സുഖമില്ലാതെ ശരശയ്യയിൽ കിടക്കുമ്പോൾ ആ അമ്മയുടെ മലം നമ്മൾ ശയ്യയാക്കണം. അതിനോട് അറപ്പും വെറുപ്പും പാടില്ല. കൂടാതെ ഛേ എന്നൊരു വാക്ക് പോലും അമ്മയുടെ നേരെ പറയാൻ പാടില്ല. ഈ പറഞ്ഞതൊന്നും സ്വന്തം അമ്മയ്ക്ക് ബാധകമല്ലായിരുന്നു. ഇത് ആരാന്റെ അമ്മമാർക്ക് വേണ്ടി പറഞ്ഞതാണെന്ന് ഓർക്കുക. ഭാര്യയെ കൈവെള്ളയിൽ കൊണ്ടു നടന്ന് നോക്കണം, സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കണം, എന്നാലേ കുടുംബജീവിതം
കുടുംബജീവിതം വിജയകരമാകൂ എന്ന് പറഞ്ഞു അദ്ദേഹം. എന്നാൽ സ്വന്തം ഭാര്യയുടെ കാര്യത്തിൽ ഇതൊന്നും ബാധകമല്ലായിരുന്നു. അദ്ദേഹം മറ്റുള്ളവരുടെ ഭാര്യമാർക്ക് വേണ്ടി തന്ന ഉപദേശമായിരുന്നു ഇത്. ഇനി മറ്റൊരു മോട്ടിവേറ്ററുടെ കാര്യമെടുത്താൽ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും മോട്ടിവേറ്ററുമായ ചാലക്കുടിയിലെ ജിജി മാരിയോയെയും അവരുടെ ഭർത്താവായ മാരിയോ ജോസഫിനെയും ആരും മറന്നു കാണാൻ വഴിയില്ല. നല്ല ദാമ്പത്യം എങ്ങനെ നയിക്കാം എന്നതിനെ കുറിച്ച് മോട്ടിവേഷൻ ക്ലാസ് എടുത്ത് ജനശ്രദ്ധ പിടിച്ചുപറ്റി വലിയ ആരാധക വൃന്ദത്തെ സൃഷ്ടിച്ചവരായിരുന്നു ഇവർ. ഓരോ ദിവസവും ഇവരുടെ മോട്ടിവേഷൻ ക്ലാസ് കേട്ട് അതിൽ നിന്നും ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ട് തങ്ങളുടെ കുടുംബജീവിതം ഭദ്രമാക്കുന്നതിനും കെട്ടുറപ്പുണ്ടാക്കുന്നതിനും പതിവ് പോലെ ഇവരുടെ ക്ലാസ് കേൾക്കുവാൻ കാത്തിരിക്കുമ്പോഴാണ് നെറ്റിയിൽ ചോരയും ഒലിപ്പിച്ച് മോങ്ങിക്കൊണ്ട് പ്രേക്ഷകരുടെ മുൻപിൽ ഇവർ പ്രത്യക്ഷപ്പെടുന്നത്. എന്റെ മാതൃകാ ഭർത്താവ് എന്നെ TV സെറ്റർ ബോക്സ് കൊണ്ട് തലയ്ക്കടിച്ച് മുറിവുണ്ടാക്കി. 8 മാസമായി കുടുംബ പ്രശ്നങ്ങളുടെ പേരിൽ പൊരുത്തപ്പെടാനാകാതെ ഞങ്ങൾ അകന്ന് ജീവിക്കുകയായിരുന്നു. പെട്ടെന്ന് ഇന്നലെ കയറി വന്നു, എന്നെ തെറി വിളിച്ചു, എന്റെ തലയടിച്ചു പൊട്ടിച്ചു. അയാൾ കാരണം എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുന്നത് നമ്മൾ കേട്ടതല്ലേ. ഇപ്പോഴത്തെ ഇവരുടെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ മോട്ടിവേഷനുമില്ല, കുടുംബവുമില്ല, ചാരിറ്റിയുമില്ല. ഉള്ളത് കണ്ണിമാങ്ങ അച്ചാർ കച്ചവടം മാത്രം. സോഷ്യൽ മീഡിയയിലൂടെ നമ്മെ ഉദ്ധരിക്കാൻ വരുന്ന ഇത്തരം കള്ളനാണയങ്ങളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? ഇനി സിനിമാ രംഗത്ത് നടന്ന ഒരു വിഷയത്തെ പറ്റി പറയുകയാണെങ്കിൽ, 77 വയസ്സുള്ള ആദരണീയനായ ഒരു സംവിധായകനായിരുന്നു PT കുഞ്ഞുമുഹമ്മദ്. നിരവധി ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്, നിരവധി ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്, നിരവധി അവാർഡുകളും കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ അദ്ദേഹം MLA സ്ഥാനവും വഹിച്ചിട്ടുള്ള വ്യക്തിയാണ്. പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി അവർക്ക് ആശ്വാസം നൽകുന്നതിന് വേണ്ടി ചാനലിലൂടെ പ്രവാസ ലോകമെന്ന തത്സമയ ഫോണിൻ പ്രോഗ്രാമും ചെയ്തിരുന്നു. സിനിമയിലെ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങളും മറ്റും പരിഹരിക്കാൻ അമ്മ എന്ന താരസംഘടനയ്ക്ക് കഴിയാതെ വന്നപ്പോൾ അങ്ങനെയുള്ളവരുടെ പ്രശ്നങ്ങളും മറ്റും പരിഹരിക്കാൻ രൂപം കൊണ്ടതാണ് WCC. ഇത്തരം സംഘടന കൊണ്ടൊന്നും ഒരു കാര്യവുമില്ലെന്ന് തെളിയിക്കും വിധമായിരുന്നു കുഞ്ഞുമുഹമ്മദിന്റെ പ്രവൃത്തി. അതെന്താണെന്ന് വെച്ചാൽ WCCയിലെ ഒരു മെമ്പറെ തന്നെ കടന്നു പിടിച്ചു എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടായിരുന്ന കേസ്. IFFKയുടെ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന സംവിധായികയാണ് PT കുഞ്ഞുമുഹമ്മദിന്റെ ലൈംഗിക അതിക്രമത്തിന് ഇരയായത്. അവർ പറയുന്നു, ബലാത്സംഗത്തിന് ഇരയായി കഴിഞ്ഞാൽ പിന്നെ സ്ത്രീകളുടെ പേര് ഇര, അതിജീവിത, യുവതി എന്നൊക്കെയാണ്. എന്നാൽ ഈ പേരുകളൊന്നും വിളിച്ച് എന്നെ നിശബ്ദയാക്കണ്ട, എന്റെ പേര് നിങ്ങൾ പറഞ്ഞോളൂ എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ പ്രവാസികളുടെ കണ്ണീരൊപ്പാൻ പരിഹാരം കാണുന്ന PT കുഞ്ഞുമുഹമ്മദിന്റെ മുഖം മൂടി അവർ വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ചു. ഇനി ഈ കണ്ണുനീർ ആര് കാണുമോ എന്തോ. ഇനി കുഞ്ഞുമുഹമ്മദിന്റെ കണ്ണീരൊപ്പാൻ ആരാണ് എത്തുക? PT കുഞ്ഞുമുഹമ്മദിനെ പോലെ തന്നെ ബഹുമുഖ പ്രതിഭയും അവാർഡുകൾ പലതും വാങ്ങിയ ആളുമായിരുന്നു ഫിലിപ്പ് മമ്പാടനും. ഇത്തരത്തിൽ ആട്ടും തോലണിഞ്ഞ ചെന്നായ്ക്കൾക്ക് പുരസ്കാരങ്ങളും ബഹുമതികളും കൊടുത്ത് ആദരിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർത്താൽ നന്ന്, വെളുത്തതെല്ലാം പാലല്ല എന്ന്. ഇവിടെ ഇരയാക്കപ്പെട്ട 16 വയസ്സുള്ള ആ പാവം പെൺകുഞ്ഞിന്റെ രക്ഷിതാക്കൾക്ക് ജാഗ്രത കുറവുണ്ടായി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. സ്വന്തം വീട്ടിൽ പോലും പെൺകുട്ടികൾ സുരക്ഷിതരല്ല എന്നുള്ള വാർത്തകൾ നമ്മൾ നിരന്തരം കേൾക്കുന്നതാണല്ലോ. സുഖമില്ലാത്ത ഈ മോളെ ഒരു ദിവസത്തേക്കാണെങ്കിൽ പോലും എത്ര നല്ല വ്യക്തിയാണെങ്കിൽ കൂടി അയാളുടെ വീട്ടിൽ നിർത്താൻ പാടില്ലാത്തതായിരുന്നു. അയാളുടെ വീട്ടിൽ ഭാര്യയും മക്കളുമൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവിടെ നിർത്തിയത്. ആ സ്ഥിതിക്ക് അയാൾ ആ കുട്ടിയെ ഒറ്റയ്ക്ക് പുറത്തു കൊണ്ടുപോകുമ്പോൾ അത് തടയേണ്ടത് അയാളുടെ സ്വഭാവം ശരിക്കും അറിയാവുന്ന അയാളുടെ ഭാര്യയുടെ ഉത്തരവാദിത്തമായിരുന്നു. തടയാൻ പറ്റിയില്ലെങ്കിൽ ആ മാതാപിതാക്കളെ വിവരമെങ്കിലും അറിയിക്കാമായിരുന്നു. അവർ അതും ചെയ്തില്ല. ഭർത്താവിന്റെ ഇത്തരം ചെയ്തികൾക്ക് ഭാര്യയുടെ മൗനാനുവാദം ഉണ്ടായിരുന്നു എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാനാകുമോ? ഇത്തരം ദുരനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ജാഗ്രത പുലർത്തേണ്ടത് മാതാപിതാക്കൾ തന്നെയാണ്. ചാരിറ്റിയുടെയും മോട്ടിവേഷന്റെയും കൗൺസിലിംഗിന്റെയും ഒക്കെ മറവിൽ നടക്കുന്ന ഇത്തരം നീചപ്രവൃത്തികൾ നിയന്ത്രിക്കേണ്ടത് ഇവിടുത്തെ ഭരണാധികാരികളുടെ ചുമതല കൂടിയാണെന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. ജീവിതത്തിലെ ഓരോരോ സാഹചര്യങ്ങൾ കൊണ്ട് പല പല വേഷങ്ങൾ കെട്ടുന്നവരാണ് നമ്മൾ മനുഷ്യർ. പലരും ജീവിതം അഭിനയിച്ചു തീർക്കുകയാണ്. നമ്മുടെ അഭിനയവും വേഷം കെട്ടലുമൊക്കെ മറ്റൊരാളുടെ ജീവിതത്തെ നശിപ്പിക്കുന്നതാകരുത്. നിർത്തുന്നു. നന്ദി, നമസ്കാരം.